സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷനിൽ വൻ തട്ടിപ്പ്. 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരും ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നതിന്റെ വിവരങ്ങൾ ധനവകുപ്പ് പുറത്തുവിട്ടു. അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചുപിടിച്ച് ജീവനക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചു. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തികമായും സാമൂഹ്യപരമായും പിന്നാക്കം നിൽക്കുന്ന നിരാലംബരും നിർധനരുമായ 60 വയസ്സ് പിന്നിട്ടവർക്ക് വിവിധ ഇനങ്ങളിലൂടെ കിട്ടേണ്ട സാമൂഹ്യക്ഷേമ പെൻഷനാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർ തട്ടിയെടുത്തത്. 2 കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരത്തും മറ്റൊരാൾ പാലക്കാടും സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേർ പെൻഷൻ വാങ്ങുന്നു. ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്, 373 പേർ. രണ്ടാം സ്ഥാനത്തുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേർ, മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46 പേരും, ഹോമിയോപ്പതി വകുപ്പിൽ 41 പേരും, കൃഷി റവന്യൂ വകുപ്പിൽ 35 പേർ വീതവും, ജുഡീഷ്യൽ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ 34 പേരും, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ 31 പേരും, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പിൽ 27 പേരും, ഹോമിയോപ്പതിയിൽ 25 പേരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു. ഗ്രാമവികസനം, പോലീസ്, PSC, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ, സെക്രട്ടേറിയറ്റ്, തൊഴിൽ പരിശീലനം, പൊതുഭരണം ഉൾപ്പെടെ സർക്കാർ സർവീസിലെ ഒട്ടുമിക്ക വകുപ്പിലും തട്ടിപ്പുകാർ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചു. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.